333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഡിവൈൻ സന്ദേശം റൊമാൻസ് ഏഞ്ചൽസിൻ്റേതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളതാണ്. ഇവിടെ ദിസ് കുഡ് ബി വൺ. നിങ്ങൾ ഒന്നാകേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പാണെന്നുള്ളതാണ് ഏഞ്ചൽ പറയുന്നത്. യു ഹാവ് ഓൾറെഡി മീറ്റ്. നിങ്ങൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ സന്ദേശം. നിങ്ങളിപ്പോൾ ഡീൽ ചെയ്യുന്ന പേഴ്സൺ നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആകാം, ഓർ നിങ്ങളുടെ സോൾമേറ്റ് ആകാം. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് വളരെയധികം ക്രഷ് ഉണ്ടാവുകയും ആ വ്യക്തിയോട് കൂടുതലായിട്ടുള്ള ഒരു അടുപ്പം തോന്നുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് എനിക്കിങ്ങനെ തോന്നുന്നു, എന്തുകൊണ്ട് എനിക്ക് ഈ പേഴ്സണിൽ നിന്നും വിട്ടുപോരാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഇന്നത്തേത്. ദിസ് കുഡ് ബി വൺ എന്നും പറയുന്നുണ്ട്. ഇത് ഒന്നാകേണ്ടതായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ കാണുന്നുണ്ടാവാം. കൂടെ രണ്ട് ബട്ടർഫ്ലൈസ് ഒരുമിച്ച് വളരെയധികം ഹാപ്പി ആയിട്ട് പറന്നു പോകുന്നത് നിങ്ങൾ കൂടെ കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അന്വേഷിക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയും ആവാം. ഇവിടെ വെഡിങ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വിവാഹത്തിലേക്ക് എത്തുന്നതാണ് എന്നുള്ളൊരു സൂചനയും കിട്ടുന്നുണ്ട്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. നിങ്ങൾ വിവാഹിതരാകേണ്ട വ്യക്തികളാണ് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. പല പേർക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ എൻഡ് എന്തായിരിക്കും, ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുമോ, തിരിച്ചറിയുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കാം. ഇത് വിവാഹത്തിലേക്ക് എത്തുമോ, അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഗൈഡൻസ് ആണ് ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ് എന്നുള്ളത്. നിങ്ങളുടെ സോൾ ഒരുപാട് കണക്റ്റഡ് ആണ് എന്നുള്ള സൂചനയും ഇത് നൽകുന്നുണ്ട്. ടെലിപ്പതിക് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ ചിന്തകളെ അറിയുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ പേര് നിങ്ങൾ എല്ലായിടത്തും കാണുന്നുണ്ടാവാം. ഇനി നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അടിക്കടി വഴക്കുകൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ നേച്ചറെല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ്. നിങ്ങൾ സുരക്ഷിതരാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയാൽ നിങ്ങൾ സുരക്ഷിതരാക്കപ്പെടും എന്നുള്ളൊരു ഡിവൈൻ സന്ദേശവുമുണ്ട്. ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ. നിങ്ങൾക്ക് ഒരു എക്സ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് എൻഡായി പോയിട്ട് നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ലാത്തൊരവസ്ഥയുണ്ടായിരിക്കാം. പലപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ സംശയിക്കുന്നുണ്ടായിരിക്കാം. നേരത്തെയുള്ള റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾ ചീറ്റ് ചെയ്തപ്പെട്ടുള്ളതുകൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പൺ യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം തുറക്കുക. നിങ്ങൾ സ്നേഹം കൊടുക്കുക, അതുപോലെ തന്നെ സ്നേഹം സ്വീകരിക്കുക. ഇവിടെ പലരുടെയും ഹാർട്ട് ചക്ര ഓപ്പൺ അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾ പ്രകൃതിയിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലുക. പച്ചപ്പിനോട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. അതായത് പച്ച നിറത്തിലുള്ള ചെടികളെ നിങ്ങൾ പരിപാലിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ റൂമിൽ കൊണ്ടുപോയി വയ്ക്കുന്നത് നല്ലതാണ്. എപ്പോഴും പച്ചപ്പിനെ തലോടുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം സഹായകമാണ്. കൂടാതെ കുട്ടികളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുക, അവരെ കൊഞ്ചിക്കുക, അതുപോലത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്രയെ ഓപ്പൺ ആക്കും. അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഗൈഡൻസ് കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. കൂടുതലായിട്ടും നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നിങ്ങൾ പുറത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ ആ ഒരു പച്ചപ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ ജോഫേലിനോട് പ്രേ ചെയ്യാവുന്നതാണ്. ആർക്കേഞ്ചൽ ജോഫേൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ആർക്കേഞ്ചൽ ജോഫേൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറെ വെറുതെ സംശയിക്കാതിരിക്കുക. ഹാർട്ട് ചക്ര ഓപ്പൺ ആക്കുക, സ്നേഹം സ്വീകരിക്കുക, അതുപോലെ തന്നെ സ്നേഹം കൊടുക്കുക.
ഈ ഒരു കാര്യം ചെയ്യുന്നത് രണ്ടു പേർക്കും നല്ലതാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ദൃഢമാകാനായിട്ട് നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആർക്കേഞ്ചൽ സാമുവലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ആർക്കേഞ്ചൽ സാമുവൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. പരസ്പര വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അനാവശ്യമായിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് പരസ്പരം ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. ഗീവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. നിങ്ങളുടെ പ്രണയത്തിന് ഒരു ചാൻസ് കൂടി കൊടുക്കുക. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. നിങ്ങളുടെ ആ ഒരു പ്രണയം വർക്കായിട്ട് വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, ചെറിയ ചെറിയ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ആ വ്യക്തിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഡിവൈൻ സന്ദേശം. അതുപോലെ തന്നെ ഫൈനാൻസസ് ആൻഡ് കരിയർ. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒരുപക്ഷെ നിങ്ങളുടെ പ്രണയത്തിലുണ്ടായിരിക്കാം. ജോലിയില്ലാത്തൊരവസ്ഥ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അത് തീർച്ചയായിട്ടും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. റിലീസ് യുവർ എക്സ്. ഇതിനു മുൻപുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതിനെയെല്ലാം റിലീസ് ചെയ്യുക, മറന്നു കളയുക. പുതിയൊരു ലൈഫാണ് ഇനി നിങ്ങൾക്ക് മുന്നിലുള്ളത്. അതാണ് ഇന്നത്തെ ഡിവൈൻ സന്ദേശം. സന്തോഷമായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ശുഭദിനം ആശംസിക്കുന്നു.